CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തച്ചനാട്ടുകര സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധം കടുപ്പിച്ച് ജില്ലാ ഭരണകൂടം. രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുടെ വീടിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി പ്രഖ്യാപിച്ചു. തച്ചനാട്ടുകര പഞ്ചായത്തിലെ 7, 8, 9, 11 വാർഡുകളും കരിമ്പുഴ പഞ്ചായത്തിലെ 17, 18 വാർഡുകളുമാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത്. ലൈസൻസ് ഇല്ലാതെയും അപകടകരമായും ഇരുചക്ര വാഹനങ്ങളുമായി സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പോലീസ്. പെരിന്തൽമണ്ണയിൽ 2 ദിവസത്തെ പരിശോധനയിൽ 40ഓളം ബൈക്കുകൾ പിടികൂടി. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ജില്ലയിൽ ഉടനീളം നടത്തിയ പരിശോധനയുടെ ഭാഗമായിരുന്നു ഈ നടപടി. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ UDF ഭരണം ഏറ്റെടുത്ത ശേഷം CPM ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതായി ഭരണസമിതി. ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് പഞ്ചായത്തിൽ UDF വിപ്ലവകരമായ വികസനം നടപ്പിലാക്കിയതായും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. CPI AIYF കൊടികൾ നഗരത്തിൽ നിന്നും അഴിച്ചു മാറ്റിയില്ലെങ്കിൽ ഒരു കൊടിക്ക് 5000 രൂപ പിഴ ചുമത്തുമെന്ന് മണ്ണാർക്കാട് നഗരസഭ. രാത്രിയിൽ തന്നെ കൊടികൾ അഴിച്ചെടുത്ത് പ്രവർത്തകർ. എന്നാൽ MLA ഷംസുദ്ദീന്റെ ഫ്ലക്സ് ബോർഡുകൾ ഉദ്യോഗസ്ഥരെ പെരുമഴയത്ത് തടഞ്ഞു നിർത്തി അഴിപ്പിച്ച് CPI മറുപടി നൽകി. താഴേക്കോട് അരക്കുപറമ്പ് മരുതുംപാറ കോളനിയിൽ നിർമ്മാണത്തിലിരുന്ന മിനി കൺവെൻഷൻ സെന്റർ വെള്ളിയാഴ്ച ഉച്ചയോടെ തകർന്നു വീണു. കെട്ടിടത്തിന്റെ 1ാം നിലയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അപകടമുണ്ടായത്. ആളപായമില്ല. തച്ചനാട്ടുകര സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധം കടുപ്പിച്ച് ജില്ലാ ഭരണകൂടം. രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുടെ വീടിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി പ്രഖ്യാപിച്ചു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 7, 8, 9, 11 വാർഡുകളും കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 17, 18 വാർഡുകളുമാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത്. സർക്കാരും ആരോഗ്യ പ്രവർത്തകരും നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്ന് തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പറഞ്ഞു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് പൂർണ്ണമായും അതോടൊപ്പം തന്നെ ഈ 8ാം വാർഡിനോട് അതിർത്തി പങ്കിടുന്ന 7, 9, 11 വാർഡുകൾ ഭാഗികമായിട്ടും കണ്ടെയ്ൻമെന്റ് സോണായി അഥവാ രോഗിയുടെ വീടിന് ചുറ്റുമുള്ള 3 കിലോമീറ്റർ പരിധി കണ്ടെയ്ൻമെന്റ് സോണായി ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ, അതുപോലെ തന്നെ ആളുകൾ ഒന്നിച്ചു കൂടുന്ന മറ്റ് ചടങ്ങുകൾ എല്ലാം പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളെ ഗ്രാമപഞ്ചായത്ത് ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഈ രോഗിയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു ഹൈ റിസ്കിൽ പെടുന്ന 100ഓളം ആളുകളെ കോണ്ടാക്ട് ലിസ്റ്റിലുണ്ട് എന്നുള്ള വിവരമാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ കൂടി നമ്മൾ ക്വാറന്റൈനിൽ എത്തി 21 ദിവസമാണ് ക്വാറന്റൈൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ആ ക്വാറന്റൈനിൽ നിർത്തി ഈ രോഗം പടർന്നതിനുള്ള സാഹചര്യം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ളത്. അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മറ്റ് ആരോഗ്യ പ്രവർത്തകരും എല്ലാം ഉൾക്കൊള്ളുന്ന യോഗം ഇതിനോടകം ചേർന്നു കഴിഞ്ഞു. മറ്റ് എല്ലാ അടിയന്തര നടപടികളും ഇതിനോടകം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ജനങ്ങളാരും പരിഭ്രാന്തരാകരുതെന്നും അതോടൊപ്പം തന്നെ വലിയ ജാഗ്രത ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്നുമാണ് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. പനി പോലുള്ള ലക്ഷണങ്ങളോ മറ്റ് അസുഖങ്ങളോ ഉള്ളവരും പ്രത്യേകിച്ച് രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുമായി നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരും ക്വാറന്റൈനിൽ പോകണമെന്ന് ആരോഗ്യവകുപ്പ്, ജനപ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് അധികൃതർ എന്നിവർ അഭ്യർത്ഥിച്ചു. ഈ പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റു സ്ഥാപനങ്ങൾ എന്നിവ തുറന്നു പ്രവർത്തിക്കാൻ പാടുള്ളതല്ല എന്ന് അറിയിപ്പുണ്ട്. തച്ചനാട്ടുകര നാട്ടുകൽ സ്വദേശിനിയായ 38-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. യുവതി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 20 ദിവസം മുൻപാണ് യുവതിക്ക് പനി തുടങ്ങിയത്. പാലോട്, കരിങ്കലത്താണി, മണ്ണാർക്കാട് എന്നിവിടങ്ങളിലെ ആശുപത്രികളിലാണ് തുടക്കത്തിൽ ചികിത്സ തേടിയത്. അവിടെ നിന്നും രോഗം ഭേദമാകാതെ വന്നപ്പോഴാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പ്രാഥമിക പരിശോധനയിലെ നിപ്പ ഫലം പോസിറ്റീവ് ആയതോടെയാണ് പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചത്. സംസ്ഥാനത്ത് 2
നിപ്പ കേസുകളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. തച്ചനാട്ടുകര സ്വദേശിക്ക് പിന്നാലെയാണ് കോഴിക്കോട് മസ്തിഷ്ക മരണം സംഭവിച്ച പെൺകുട്ടിക്കും രോഗം സ്ഥിരീകരിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത മലപ്പുറം മങ്കട സ്വദേശിനിക്കാണ് പ്രാഥമിക പരിശോധനയിൽ നിപ്പ സ്ഥിരീകരിച്ചത്. സ്ഥിരീകരണത്തിനായി സാമ്പിൾ പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. ഈ മാസം 1-നാണ് 18 വയസ്സുകാരി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. കോഴിക്കോട് എത്തുമ്പോൾ മസ്തിഷ്ക മരണം സംഭവിച്ച നിലയിലായിരുന്നു. ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് വീണ്ടും നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യുന്നത്. വളാഞ്ചേരി സ്വദേശിനിയായ 42-കാരിക്ക് മെയ് 8-ന് നിപ്പ സ്ഥിരീകരിച്ചിരുന്നു. നിപ്പ നെഗറ്റീവായ ഈ രോഗി അബോധാവസ്ഥയിൽ പെരിന്തൽമണ്ണയിലെ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. CCN ചത്തല്ലൂർ. നിപ്പ ബാധയിൽ 2 വാർഡുകളെ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിൽ അവലോകന യോഗം ചേർന്നു. തച്ചനാട്ടുകര പഞ്ചായത്തിലെ കിഴക്കുംപുറത്ത് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിന് കരിമ്പുഴ പഞ്ചായത്തും കർശന നടപടികൾ സ്വീകരിച്ചു. തച്ചനാട്ടുകര പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന കരിമ്പുഴയിലെ 17-ാം വാർഡായ ആറ്റാശ്ശേരിയും 18-ാം വാർഡായ ചോലക്കുറിശിയും പൂർണ്ണമായും അടച്ചിടാൻ പഞ്ചായത്തിൽ ചേർന്ന വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിൽ തീരുമാനമായി. ഈ 2 വാർഡുകളിൽ നിന്നും ആർക്കും പുറത്തുപോകാനോ പുറത്തുനിന്നുള്ളവർക്ക് വാർഡുകളിലേക്ക് പ്രവേശിക്കാനോ അനുവാദമുണ്ടായിരിക്കില്ല. സ്കൂളുകളും മദ്രസകളും അടച്ചിടും. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകൾക്ക് സൗകര്യമൊരുക്കും. വാർഡിലെ മുഴുവൻ ആളുകളും മാസ്ക് ധരിക്കുകയും ഇടയ്ക്കിടെ കൈ കഴുകുകയും ചെയ്യണമെന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട്. വാർഡുകളിലെ 845 വീടുകളിലും ജൂലൈ 5, 6, 7 തീയതികളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തും. 12 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് 3 ദിവസങ്ങളിലായി നടക്കുന്ന പരിശോധനകൾക്ക് ഹെൽത്ത് ഇൻസ്പെക്ടറോ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറോ നേതൃത്വം നൽകും. രാവിലെ 7 മണിക്ക് ആരംഭിച്ച് ഉച്ചയ്ക്ക് 12-ന് അവസാനിപ്പിക്കുന്ന പരിശോധനാ റിപ്പോർട്ട് വൈകുന്നേരം 5 മണിക്ക് മന്ത്രിക്ക് കൈമാറും. പനി വന്ന ഉടൻ ശ്വാസം മുട്ടൽ, അപസ്മാരം തുടങ്ങിയ ലക്ഷണങ്ങളുള്ളവർക്ക് അതീവ പരിഗണന നൽകി പരിചരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കാര്യമായ അസുഖങ്ങളില്ലാതെ പെട്ടെന്ന് ചത്ത വളർത്തുമൃഗങ്ങളെക്കുറിച്ച് ആരോഗ്യവകുപ്പിനെ അറിയിക്കാനും നിർദ്ദേശമുണ്ട്. ആവശ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നിബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. കൂടാതെ പഞ്ചായത്തിൽ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങാനും മൈക്ക് ഉപയോഗിച്ച് വിളംബരം നടത്താനും പോസ്റ്ററുകൾ പ്രചരിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. ആളുകൾ പുറത്തേക്ക് പോവുകയോ പുറത്തുനിന്നുള്ള ഒരാളും ഈ വാർഡിന്റെ അകത്തേക്ക് കടക്കുകയോ ചെയ്യരുത്. അതാണ് പ്രധാനമായും ഉള്ളത്. അതേപോലെ തന്നെ സ്കൂള്, മദ്രസ, മറ്റ് ആളുകൾ കൂടുന്ന സ്ഥലങ്ങളൊന്നും, പള്ളി ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ, അമ്പലങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക പരിപാടികളോ ഒന്നും നടത്താൻ പാടില്ല എന്നുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. അത് സ്വാഭാവികമായി നമുക്ക് അറിയാം. ഈ നിപ്പയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ഞാൻ മനസ്സിലാക്കിയത് നമ്മളെ കോവിഡ് പോലെയല്ല. കോവിഡ് വന്ന മാറിയ ആളുകളാണ് നമ്മൾ ഇരിക്കുന്ന മുഴുവൻ ആളുകളും. പക്ഷെ നിപ്പ വന്നിട്ട് മാറിയ ആളുകൾ വളരെ ചുരുക്കമാണ്. അപ്പൊ നിപ്പ ഏറ്റവും അപകടകാരിയായ ഒന്നാണ് എന്നുള്ള തിരിച്ചറിവാണ് ഇത്രയും പെട്ടെന്ന് തന്നെ കളക്ടർ നിർദ്ദേശിക്കുകയും 3 മണിക്കാണ് ഓർഡറായിട്ട് ഇറങ്ങുകയും അതിന്റെ മുമ്പ് തന്നെ നിങ്ങളെല്ലാം സജ്ജീകരിച്ചിരിക്കണം എന്നാണ് കളക്ടറുടെ നിർദ്ദേശമുണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM അനീഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനസ് പൊമ്പ്ര, മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത്, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഭരത് സത്യൻ, ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അനീഷ്, വെറ്റിനറി ഓഫീസർ ഡോക്ടർ രേഷ്മ, മറ്റ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പ് ജീവനക്കാർ, വനം വകുപ്പിലെയും വ്യാപാരി സംഘടനാ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. വാർഡുകളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിൽ നിന്നും ആശങ്കപ്പെടാനൊന്നുമില്ലെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ലക്ഷണങ്ങൾ ഉള്ളവർ ഉടൻ തന്നെ ആരോഗ്യവകുപ്പിനെ വിവരമറിയിക്കണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. CCN കടമ്പഴിപ്പുറം. ലൈസൻസ് ഇല്ലാതെയും അപകടകരമായും ഇരുചക്ര വാഹനങ്ങളുമായി സ്കൂളുകളിലെത്തുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പോലീസ്. പെരിന്തൽമണ്ണയിൽ 2 ദിവസത്തെ പരിശോധനയിൽ 40ഓളം ബൈക്കുകൾ പിടികൂടി. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ജില്ലയിൽ ഉടനീളം നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഈ നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾ സ്കൂളുകളുടെ പരിസരങ്ങളിൽ അവർ ഇരുചക്ര വാഹനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. അതായത് യാതൊരു തരത്തിലുള്ള നിയമങ്ങളും പാലിക്കപ്പെടാതെ അവർ 2-3-4 പേര് കയറുക, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുക, ജുവനൈൽസ് വണ്ടി ഓടിക്കുക. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സ്കൂളുകളിലും അവരുടെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ സംഘർഷങ്ങൾ പതിവാണ്, അപകടങ്ങൾ പതിവാണ്. അതൊക്കെ വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിപ്പോൾ എല്ലാ സ്കൂളുകളിലെയും പരിസരങ്ങളിൽ ഈ ഇരുചക്ര വാഹനങ്ങൾ ചെക്ക് ചെയ്യുന്നത്, പ്രത്യേകിച്ചും കുട്ടികൾ ഓടിച്ചു വരുന്നത്.
പിടികൂടിയവയിൽ 15 മുതൽ 17 വയസ്സുവരെ പ്രായമുള്ള വിദ്യാർത്ഥികൾ ഓടിച്ച 5 ബൈക്കുകളുമുണ്ട്. ഈ കേസുകളിൽ രക്ഷിതാക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും വിദ്യാർത്ഥികൾക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് ഓരോരുത്തർക്കും 30,000 രൂപ വരെ പിഴ ചുമത്തി. ശേഷിക്കുന്നവർ 18 വയസ്സ് തികഞ്ഞവരാണ്. ഇവർക്ക് ലൈസൻസ് ഇല്ലാത്തതിന് പിഴ ചുമത്തി. വീട്ടുകാർ അറിയാതെയും മറ്റും ഇരുചക്ര വാഹനങ്ങളുമായി സ്കൂളിലെത്തുന്നവരും പിടികൂടിയവരിൽ ഉൾപ്പെടുന്നു. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് സംബന്ധിച്ച് പോലീസ് രക്ഷിതാക്കളെ വിളിച്ചുവരുത്തി ബോധവൽക്കരണം നടത്തി. പെരിന്തൽമണ്ണ സ്റ്റേഷൻ പരിധിയിലെ പെരിന്തൽമണ്ണ, താഴേക്കോട്, ആനമങ്ങാട്, അങ്ങാടിപ്പുറം, പരിയാപുരം തുടങ്ങിയ വിവിധ സ്കൂൾ പരിസരങ്ങളിലായിരുന്നു പരിശോധന. CI സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായാണ് ഈ പരിശോധനകൾ നടന്നത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പലപ്പോഴായി നടക്കുന്ന അടിപിടികളിൽ ഇരുചക്ര വാഹനങ്ങളുമായി വരുന്ന വിദ്യാർത്ഥികൾക്ക് പങ്കുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും വീട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും വരെ തർക്കങ്ങളിൽ ഏർപ്പെടാറുണ്ട്. ലൈസൻസ് ഇല്ലാത്തവർ വാഹനങ്ങളുമായി സ്കൂളിലെത്തി സമീപത്തെ വീടുകളിൽ സൂക്ഷിക്കുന്ന പതിവുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ വാഹനങ്ങൾ സൂക്ഷിക്കാൻ സൗകര്യം നൽകുന്ന വീട്ടുകാർക്കെതിരെയും നടപടിയെടുക്കുമെന്ന് പോലീസ് കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു ഹെൽമെറ്റ് ഇല്ലാതെ വരുന്ന ട്രിപ്പുകൾ 4-5 പേരൊക്കെ പോകുന്ന ഇരുചക്ര വാഹനങ്ങൾ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. 5 പേരൊക്കെ ഒരു ബൈക്ക്. അപ്പം അങ്ങനെ അതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഇത് വലിയൊരു വിഷയത്തിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ പിന്നെ കുട്ടികളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നത്. അതിപ്പം തുടർച്ചയായിട്ടുണ്ടാവും. ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ ഏകദേശം പെരുന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ മാത്രമായിട്ട് ഏകദേശം 30ഓളം വാഹനങ്ങൾ സീസ് ചെയ്തു, 5 കേസുകൾ എടുത്തു, ഒരുപാട് പൈസ ഫൈൻ ഈടാക്കി. അതിങ്ങനെ തുടർച്ചയായിട്ടും, കാരണം ഇങ്ങനെയുള്ള വാഹനങ്ങളിൽ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, കുട്ടികൾ തമ്മിലുള്ള തർക്കങ്ങളിലേക്കും അതിനുശേഷം അക്രമ പ്രവർത്തനങ്ങളിലേക്കും മറ്റ് അത് രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ ഉള്ള തർക്കങ്ങളിലേക്കും അത് വലിയൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസിലേക്കും പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് ഇതിനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളും മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള രേഖകളില്ലാതെ കുട്ടികൾക്ക് ഇരുചക്ര വാഹനങ്ങൾ കൊടുത്തുവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കർശനമായിട്ടും അത് സീസ് ചെയ്യും. കർശനമായിട്ടുള്ള നിയമ നടപടികൾ അതിൻ്റെ പേരിൽ സ്വീകരിക്കുന്നതായിരിക്കും. CCN പെരിന്തൽമണ്ണ. താഴേക്കോട് അരക്കുപറമ്പ് മരുതുംപാറ കോളനിയിൽ നിർമ്മാണത്തിലിരുന്ന മിനി കൺവെൻഷൻ സെന്റർ വെള്ളിയാഴ്ച ഉച്ചയോടെ തകർന്നു വീണു. കെട്ടിടത്തിന്റെ 1ാം നിലയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അപകടമുണ്ടായത്. ആളപായമില്ല. തകർന്നു വീഴുന്ന സമയത്ത് 2 തൊഴിലാളികൾ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു. ജനലുകളും വാതിലുകളും സ്ഥാപിച്ചിട്ടില്ലായിരുന്നതിനാൽ അവർക്ക് ഓടി രക്ഷപ്പെടാൻ സാധിച്ചു. മഞ്ഞളാംകുഴി അലി MLA ആയിരിക്കുമ്പോൾ 2019-20 വർഷത്തിലെ അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 26 ലക്ഷം രൂപ വകയിരുത്തി 1000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മാണം ആരംഭിച്ച കെട്ടിടമാണിത്. കരാറുകാരെ മാറ്റി നൽകുന്നതിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലും പല അപാകതകളുമുണ്ടെന്ന് നാട്ടുകാർ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ആരോപണങ്ങൾക്കിടയിൽ ാണ് കെട്ടിടം തകർന്നു വീണിരിക്കുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. CCN പെരിന്തൽമണ്ണ. CPI AAYF കൊടികൾ നഗരത്തിൽ നിന്നും അഴിച്ചുമാറ്റിയില്ലെങ്കിൽ ഒരു കൊടിക്ക് 5000 രൂപ പിഴ ചുമത്തുമെന്ന് മണ്ണാർക്കാട് നഗരസഭ. രാത്രിയിൽ തന്നെ കൊടികൾ അഴിച്ചെടുത്ത് പ്രവർത്തകർ. എന്നാൽ MLA ഷംസുദ്ദീന്റെ ഫ്ലക്സ് ബോർഡുകൾ ഉദ്യോഗസ്ഥരെ പെരുമഴയത്ത് തടഞ്ഞു നിർത്തി അഴിപ്പിച്ച് CPI മറുപടി നൽകി. നഗരസഭാ പരിധിയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടിതോരണങ്ങളും ഫ്ലെക്സുകളും ഒഴിവാക്കാൻ നഗരസഭാ സെക്രട്ടറി നിർദ്ദേശം നൽകിയിരുന്നു. ഇത് പാലിക്കാത്ത പക്ഷം ഒരു കൊടിക്ക് 5000 രൂപ പിഴ ഈടാക്കുകയും FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിഴ അടച്ചില്ലെങ്കിൽ കോടതി നടപടികൾ നേരിടേണ്ടി വരുമെന്നും അറിയിപ്പിൽ പറയുന്നു. നഗരസഭയുടെ സ്വാഭാവിക നടപടിയുടെ ഭാഗമായാണ് ഈ നിർദ്ദേശം നൽകിയതെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. നഗരസഭയുടെ ഏകപക്ഷീയമായ നടപടിയിൽ രോഷാകുലരായ CPI പ്രവർത്തകർ ശക്തമായ പ്രതികരണമാണ് നടത്തിയത്. മണ്ണാർക്കാട് നഗരത്തിലെ MLA ഷംസുദ്ദീന്റെ ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യാനെത്തിയ നഗരസഭ ഉദ്യോഗസ്ഥരെ CPI പ്രവർത്തകർ പെരുമഴയത്ത് തടഞ്ഞു നിർത്തി. ലീഗിന്റെ തറവാടല്ല മണ്ണാർക്കാട്.
MLAയുടെയും ചെയർമാന്റെയും ഫ്ലക്സ് അഴിക്കണം എന്നും പ്രവർത്തകർ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. അല്ലാതെ നിങ്ങൾ ഇവിടെ നിന്ന് പോകില്ലെന്നും ആവശ്യമെങ്കിൽ പോലീസിനെ വിളിക്കൂ എന്നും പ്രവർത്തകർ വെല്ലുവിളിച്ചു. എല്ലാവർക്കും നിയമം ബാധകമാണെന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് MLAയുടെ ഫ്ലക്സ് എടുത്തുമാറ്റാതെ ഉദ്യോഗസ്ഥരെ പോകാൻ അനുവദിക്കില്ലെന്ന് അവർ നിലപാടെടുത്തു. തുടർന്ന് ഉദ്യോഗസ്ഥർക്ക് MLAയുടെ ഫ്ലക്സ് നീക്കം ചെയ്യേണ്ടി വന്നു. നീക്കം ചെയ്താൽ മാത്രം പോരാ, ഒരു ബോർഡിന് സർക്കാർ നിർദ്ദേശപ്രകാരം 5000 രൂപയാണ് ഫൈനാക്കി ഈടാക്കേണ്ടത്. ആ ഫൈൻ ബന്ധപ്പെട്ട MLAയിൽ നിന്നും മണ്ണാർക്കാട് MLAയിൽ നിന്നും മുനിസിപ്പൽ ചെയർമാനിൽ നിന്നും ഈടാക്കിയില്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറിക്ക് ആ പണി അവിടെ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല എന്നതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾ നിയമം മാനിക്കുന്ന ആളുകളാണ്. ആ നിയമം മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ കെട്ടിയ കാര്യങ്ങളൊക്കെ നീക്കം ചെയ്തത്. ഇവിടെ ഫ്ലക്സ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ ഭാഗമായി മണ്ണിൽ ലയിച്ചു ചേരാത്ത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ നിരോധിച്ചതാണ്. അതിൻ്റെ ഭാഗമായി ഫ്ലക്സ് സമ്പൂർണ്ണമായും കേരള ഹൈക്കോടതി നിരോധിച്ചതാണ്. എന്നാൽ മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ ആ പ്രവൃത്തിക്ക് ഹരിത പ്രോട്ടോകോൾ പ്രകാരം പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ടയാളാണ്. ആ ഹരിത പ്രോട്ടോകോൾ പാലിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ MLAയുടെയും പേരുകൾ ഫ്ലക്സിൽ പ്രിൻ്റ് ചെയ്തുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റി പരിധിയിൽ വിവിധ ഭാഗങ്ങളിൽ പ്രദർശിപ്പിച്ചതിൻ്റെ തെളിവുകൾ ഞങ്ങൾ ഇന്ന് ഹാജരാക്കിയിട്ടുണ്ട്. മുനിസിപ്പൽ ചെയർമാനെതിരെയും ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഡബിൾ പിഴ ഈടാക്കണം. CCN മണ്ണാർക്കാട്. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ UDF ഭരണം ഏറ്റെടുത്ത ശേഷം CPM ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതായി ഭരണസമിതി. ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് പഞ്ചായത്തിൽ UDF വിപ്ലവകരമായ വികസനം നടപ്പിലാക്കിയതായും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. അതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മരാമത്ത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞും നടത്തിയ പ്രസ്താവന വളരെ പ്രസക്തമാണ്. ആദ്യം മേൽപ്പാലത്തിന്റെ പണി നടക്കട്ടെ, അത് കഴിയുന്നതോടുകൂടി ബൈപ്പാസിന്റെ പണിയും നടക്കും, രണ്ടും ആവശ്യമാണ് എന്ന നിലയിലാണ് പരസ്യമായ നിലപാടെടുത്തത്. ഒരിടത്തും ഒരാളും ഒരിക്കൽ പോലും UDFന്റെ ഭാഗത്തു നിന്ന് ബൈപ്പാസ് ആവശ്യമില്ല എന്നുള്ള അഭിപ്രായമേ ഉണ്ടായിട്ടില്ല. രണ്ടും വേണം. പക്ഷെ പ്രയോറിറ്റി ഏതിന്, നിയമപരമായുള്ള പ്രയാസങ്ങൾ മറികടക്കാൻ എന്തു മാർഗം എന്ന് മാത്രമാണ് ആലോചിച്ചത്. പക്ഷെ ദൗർഭാഗ്യവശാൽ മേൽപ്പാലത്തിന്റെ പണി പൂർത്തിയാകുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് വന്നു. CPM ഭരണപ്രതിസന്ധി സൃഷ്ടിക്കുന്നതിന് വേണ്ടി 17 ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയെന്നും പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ തസ്തികകൾ ദീർഘകാലം ഒഴിഞ്ഞുകിടക്കുന്നത് വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നുവെന്നും UDF ആരോപിക്കുന്നു. ഇത് ഫണ്ട് വിനിയോഗത്തെയും നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുകയാണ്. ജീവനക്കാർ സമ്മർദ്ദം സഹിക്കാതെ സ്ഥലം മാറിപ്പോകുന്നു എന്ന CPM വാദം അടിസ്ഥാനരഹിതമാണെന്നും CPM അംഗങ്ങൾ പോലും ജീവനക്കാരുടെ സ്ഥലമാറ്റത്തിൽ പ്രതിഷേധിക്കാൻ ഒപ്പം വന്നത് തങ്ങളുടെ വാദങ്ങളെ ന്യായീകരിക്കുന്നുവെന്നും UDF ചൂണ്ടിക്കാട്ടി. ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് പഞ്ചായത്തിൽ UDF വിപ്ലവകരമായ വികസനം നടപ്പിലാക്കിയതായും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. UDF ഭരണകാലത്ത് മേൽപ്പാലം 20 കോടി രൂപ യുദ്ധകാലാടിസ്ഥാനത്തിൽ പണിതെങ്കിലും പിന്നീട് അധികാരത്തിൽ വന്ന LDF 9 വർഷമായിട്ടും ബൈപ്പാസിന് വേണ്ടി യാതൊന്നും ചെയ്തില്ലെന്ന് UDF ആരോപിക്കുന്നു. MLA മണ്ഡലത്തിൽ UDF ആയി എന്നുള്ള രാഷ്ട്രീയമായ കാരണം മാത്രമാണ് ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് ഇത് പരിഗണിക്കാത്തത് എന്നാണ് നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത്. MLAക്ക് സ്വന്തമായിട്ട് ഫണ്ട് വെക്കാൻ കഴിയില്ലോ. കാരണം MLAക്ക് കിട്ടുന്ന ആസ്തി വികസന ഫണ്ട് എന്ന് പറയുന്നത് 5 കോടി രൂപ മാത്രമാണ്. 5 കോടി കൊണ്ട് ബൈപ്പാസ് പണിയാൻ കഴിയില്ല. MLAക്ക് ആവശ്യപ്പെടാനേ കഴിയുള്ളൂ. അനുവദിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ അതിനുവേണ്ടിയുള്ള നടപടികൾ എടുക്കുന്നില്ല, അതിനുവേണ്ടിയുള്ള സ്റ്റെപ്പ് എടുക്കുന്നില്ല. ഈ 9 കൊല്ലത്തിനടക്ക് ഒരു പുതിയ സർവേ കല്ല് പോലും ഭൂമി അക്വയർ ചെയ്യാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത. ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാത്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെ വിദേശയാത്രയെക്കുറിച്ചുള്ള CPM ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ജീവനക്കാരുടെ അഭാവം, ട്രഷറി നിയന്ത്രണങ്ങൾ, സർക്കാർ അനുമതികളുടെ കാലതാമസം എന്നിവ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് CPM ആണ് ഉത്തരം പറയേണ്ടതെന്നും ഇവർ ആവശ്യപ്പെട്ടു. ആരെങ്കിലും ഭരിക്കുന്ന ഗവൺമെന്റ് മുൻകൈ എടുക്കണ്ടേ? ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള ശ്രമമാണെങ്കിലും അത്ര ഒരു മുൻകൈ ഇല്ലാത്തത് കൊണ്ട്
ഇപ്പോൾ എന്താണ് അതിൻ്റെ പ്രസന്റ് പൊസിഷൻ എന്നതിനെ കുറിച്ച് ആർക്കും കൃത്യമായ ഒരു ധാരണയും ഇല്ലാത്ത സാഹചര്യമാണ്. നേരത്തെ ഉണ്ടാക്കിയ അലൈൻമെന്റ് ചില വീടുകൾ നഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞിട്ട് അലൈൻമെന്റ് മാറ്റിച്ചിട്ടുണ്ടായിരുന്നു. ആ അലൈൻമെന്റ് മാറ്റിയപ്പോൾ ഒന്നിൽ കൂടുതൽ വീടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അലൈൻമെന്റ് സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ വിവാദം ഉണ്ടായിരുന്നു എന്നതല്ലാതെ പിന്നീട് അലൈൻമെന്റ് ഫിക്സ് ചെയ്യുകയോ അന്തിമമായി തീരുമാനിക്കപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. CCN പെരിന്തൽമണ്ണ. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള വിരോധം കാരണം കാർ തടഞ്ഞു നിർത്തി ഡ്രൈവറെ ആക്രമിച്ച് കൂട്ടക്കവർച്ച നടത്തിയ കേസിലെ പ്രതികളെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റു പ്രതികളെ കണ്ടെത്തുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടന്നുവരികയാണെന്നും പോലീസ് അറിയിച്ചു. മക്കരപ്പറമ്പ് വെള്ളാട്ടുപറമ്പ് പള്ളിത്തെക്കേതിൽ ഷാഹുൽ ഹമീദിന്റെ മകൻ ഫിറോസ് ഖാൻ, മലപ്പുറം കാട്ടുങ്ങൽ കൂത്രാടൻ അലിയുടെ മകൻ മുഹമ്മദ് ഫായിസ് ബാബു എന്നിവരെയാണ് മലപ്പുറം ഇൻസ്പെക്ടർ P. വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം മലപ്പുറത്ത് നിന്ന് അതിസാഹസികമായി പിടികൂടിയത്. മങ്കട പള്ളിപ്പുറം സ്വദേശിയായ കാർ യാത്രക്കാരന്റെ കാറിനെ മറ്റൊരു കാർ ക്രോസ് ചെയ്ത് നിർത്തി ഇടിപ്പിക്കുകയും കാറിന്റെ ഗ്ലാസ് അടിച്ചു തകർക്കുകയും യാത്രക്കാരനെ അടിച്ചു പരിക്കേൽപ്പിക്കുകയും കൂട്ടക്കവർച്ച നടത്തുകയുമായിരുന്നു. സാമ്പത്തിക കാര്യത്തിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. പ്രതികൾ വീൽ സ്പാനർ ഉപയോഗിച്ച് കാറിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും അതേ വീൽ സ്പാനർ കൊണ്ടും കല്ലുകൊണ്ടും യാത്രക്കാരനെ കുത്തിയും അടിച്ചും പരിക്കേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് യാത്രക്കാരന്റെ കാറിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും 2 ലക്ഷം രൂപയും അപഹരിക്കുകയായിരുന്നു. പരിക്കേറ്റയാളുടെ പരാതിയെ തുടർന്ന് മലപ്പുറം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. കേസിൽ ഉൾപ്പെട്ടെന്ന് മനസ്സിലാക്കിയ പ്രതികൾ ജില്ലയ്ക്കകത്തും പുറത്തും മൊബൈൽ ഫോണും മറ്റും ഉപയോഗിക്കാതെ ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു. സൈബർ സെല്ലിന്റെയും മറ്റും സഹായത്തോടെ മലപ്പുറം പോലീസ് നടത്തിയ നീക്കത്തിലൂടെയാണ് പ്രതികൾ അറസ്റ്റിലായത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നും മറ്റു പ്രതികളെ കണ്ടെത്തുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടന്നുവരികയാണെന്നും പോലീസ് അറിയിച്ചു. അറസ്റ്റിലായ പ്രതികൾക്ക് മറ്റു സ്റ്റേഷനുകളിലും കേസുകളുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. CCN മലപ്പുറം. ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ സഭ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് കല്ലടി അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ കാര്യം ഇതൊന്നും നമ്മൾ മറ്റൊരു പഞ്ചായത്തിലേക്ക് ചൂണ്ടിക്കാണിക്കാനോ സംസ്ഥാനത്തിലേക്ക് ഇന്ന പഞ്ചായത്തിലുണ്ട് എന്ന് പറയാനോ ഒന്നും ആവശ്യം നമുക്കില്ല. നമ്മുടെ പഞ്ചായത്ത് മാത്രം ഉദാഹരണം എടുത്താൽ ഈ വിഷയങ്ങളൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. ജനങ്ങളെ മുമ്പിൽ ഗവൺമെന്റ് വളരെ കൃത്യമായി ഈ ഗവൺമെന്റ് പ്രാദേശിക ഗവൺമെന്റായ പഞ്ചായത്തുകൾക്ക് ഫണ്ട് നൽകുന്നു എന്ന് പറയുന്നു. ഫണ്ട് നൽകുന്നത് തിരിച്ചതേപോലെ കയറിപ്പോകുന്ന ഒരു സാഹചര്യം. K-സ്മാർട്ട് പ്രതിസന്ധി, PMAY ഭവന പദ്ധതി അട്ടിമറി, ജീവനക്കാരില്ലാത്ത പഞ്ചായത്തുകളാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിലാക്കിയ ഇടതു സർക്കാരിന്റെ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കല്ലടി അബൂബക്കർ പ്രതിഷേധ സഭ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പടുവിൽ കുഞ്ഞിമുഹമ്മദ്, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ പാറയിൽ മുഹമ്മദ് അലി, റഫീന മുത്തനിയിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. CCN ചത്തല്ലൂർ. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതിൽ പ്രതിഷേധിച്ച് BJP ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഭരിക്കുന്നവരുടെ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് റോഡുകളുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ ആരോപിച്ചു. മഴക്കാലം ആകുമ്പോഴേക്കും പണി പൂർത്തീകരിക്കുന്നതിനു പകരം നിർമ്മാണോദ്ഘാടനം നടത്തുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്ന് വേണുഗോപാലൻ ആരോപിച്ചു. BJP ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തോട് അധ്യക്ഷത വഹിച്ചു. BJP മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ A. സരൂപ് സ്വാഗതവും KP കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു. CCN ഒറ്റപ്പാലം. നക്ഷബന്ദിയ ത്വരീഖത്ത് വിഭാഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുന്നതിനാൽ സംഘടന ഭ്രഷ്ട് കൽപ്പിച്ചതായി ആരോപിച്ച് ഒരു കുടുംബം പോലീസിൽ പരാതി നൽകി. ഏകദേശം 3000 കുടുംബങ്ങൾ ഇത്തരത്തിൽ വലിയ ചൂഷണം നേരിടുന്നതായും ഇവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു.
കീഴ്ശേരിയിലെ ലുബ്ന റിയാസ് കല്ലൻ, സഹോദരി ഷിബില, ലുബ്നയുടെ ഭർത്താവ് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി CT റിയാസ് എന്നിവരാണ് മലപ്പുറം വയനാട് ജില്ലാ പോലീസ് മേധാവികൾക്കും കൊണ്ടോട്ടി ഡിവൈഎസ്പിക്കും പരാതി നൽകിയത്. പരാതിയുടെ പകർപ്പ് മുഖ്യമന്ത്രിക്കും അയച്ചിട്ടുണ്ട്. നേരത്തെ നക്ഷബന്ദിയ ത്വരീഖത്ത് വിഭാഗത്തിൽ വിശ്വസിച്ചിരുന്ന ഇവർ പിന്നീട് അതിൽ നിന്ന് മാറിയതിനെ തുടർന്നാണ് സംഘടനയുടെ നിയമപ്രകാരം വീട്ടുകാരെ കാണുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയതെന്ന് പരാതിക്കാർ ആരോപിക്കുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാല് ഈ പ്രസ്ഥാനത്തിൽ ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി നമുക്ക് ചെറുതായി ഒരു ഇൻഫർമേഷൻ, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എല്ലാവർക്കും കൊടുക്കുന്നതായിരിക്കും ആവശ്യം. കാരണം വെച്ചാൽ ഇതൊരു ഈ മലപ്പുറം, വയനാട്, കോഴിക്കോട് ഈ 3 ജില്ലയിൽ മാത്രമുള്ള ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് ഒരു പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു ഗുരു പരമ്പര ഉണ്ടെന്നും അതിൽ 37ാമത്തെ ഗുരുവാണ് ഇപ്പോഴുള്ള അതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇതിന്റെ ലീഡർ. കോയമ്പത്തൂരിൽ സ്ഥിരതാമസമാക്കിയ റിയാസും ഭാര്യയും 3 വർഷത്തിനു ശേഷം കഴിഞ്ഞ ദിവസം കീഴ്ശേരിയിലെ ലുബ്നയുടെ വീട്ടിലെത്തിയിരുന്നു. മാതാപിതാക്കളെ കാണുന്നതിനിടെ നക്ഷബന്ദിയ ത്വരീഖത്ത് പ്രവർത്തകർ തടയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. സംഘടന കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടത്തുന്നതെന്നും കീഴ്ശേരി, കോഴിക്കോട്, കൊടുവള്ളി, വയനാട്, സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിലായി സംഘടനയിലുള്ള ഏകദേശം 3000 കുടുംബങ്ങൾ വലിയ ചൂഷണം നേരിടുന്നതായും ഇവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ മുഹമ്മദ് ഫാദിൽ കീഴ്ശേരിയും പങ്കെടുത്തു. CCN മലപ്പുറം. ആലിപ്പറമ്പ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന ദളിത് ലീഗ് ജനറൽ സെക്രട്ടറി CP ശശിധരൻ മണലായ ധർണ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ഭവന പദ്ധതി ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുന്നത് അവസാനിപ്പിക്കുക, പഞ്ചായത്ത് ഓഫീസുകളിൽ ജീവനക്കാരെ ഇടയ്ക്കിടെ സ്ഥലം മാറ്റുന്നതും പകരം നിയമിക്കാത്തതുമായ അനാസ്ഥ പരിഹരിക്കുക, സ്മാർട്ട് സിസ്റ്റം മൂലം ജനങ്ങളും ജീവനക്കാരും ഭരണസമിതിയും അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ധർണയിൽ ഉന്നയിച്ചത്. പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും പഞ്ചായത്ത് മെമ്പറുമായ CT നൌഷാദ് അലി സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ MP മജീദ് അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK മാനു മുഖ്യപ്രഭാഷണം നടത്തി. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തച്ചനാട്ടുകര സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധം കടുപ്പിച്ച് ജില്ലാ ഭരണകൂടം. രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുടെ വീടിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി പ്രഖ്യാപിച്ചു. തച്ചനാട്ടുകര പഞ്ചായത്തിലെ 7, 8, 9, 11 വാർഡുകളും കരിമ്പുഴ പഞ്ചായത്തിലെ 17, 18 വാർഡുകളുമാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത്. ലൈസൻസ് ഇല്ലാതെയും അപകടകരമായും ഇരുചക്ര വാഹനങ്ങളുമായി സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പോലീസ്. പെരിന്തൽമണ്ണയിൽ 2 ദിവസത്തെ പരിശോധനയിൽ 40ഓളം ബൈക്കുകൾ പിടികൂടി. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ജില്ലയിൽ ഉടനീളം നടത്തിയ പരിശോധനയുടെ ഭാഗമായിരുന്നു ഈ നടപടി. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ UDF ഭരണം ഏറ്റെടുത്ത ശേഷം CPM ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതായി ഭരണസമിതി. ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് പഞ്ചായത്തിൽ UDF വിപ്ലവകരമായ വികസനം നടപ്പിലാക്കിയതായും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. CPI AIYF കൊടികൾ നഗരത്തിൽ നിന്നും അഴിച്ചു മാറ്റിയില്ലെങ്കിൽ ഒരു കൊടിക്ക് 5000 രൂപ പിഴ ചുമത്തുമെന്ന് മണ്ണാർക്കാട് നഗരസഭ. രാത്രിയിൽ തന്നെ കൊടികൾ അഴിച്ചെടുത്ത് പ്രവർത്തകർ. എന്നാൽ MLA ഷംസുദ്ദീന്റെ ഫ്ലക്സ് ബോർഡുകൾ ഉദ്യോഗസ്ഥരെ പെരുമഴയത്ത് തടഞ്ഞു നിർത്തി അഴിപ്പിച്ച് CPI മറുപടി നൽകി. താഴേക്കോട് അരക്കുപറമ്പ് മരുതുംപാറ കോളനിയിൽ നിർമ്മാണത്തിലിരുന്ന മിനി കൺവെൻഷൻ സെന്റർ വെള്ളിയാഴ്ച ഉച്ചയോടെ തകർന്നു വീണു. കെട്ടിടത്തിന്റെ 1ാം നിലയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അപകടമുണ്ടായത്. ആളപായമില്ല. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. Mother Care Hospital, providing care with kindness.